അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആണ്. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വറുക്കാത്ത അരിപ്പൊടി, ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആദ്യം 1 കപ്പ് ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ട് മാവെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 1/4 കപ്പും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നല്ലതുപോലെ സ്മൂത്തായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ശേഷം ഇതിലേക്കൊരു 1/2 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മൈദയും കൂടി ചേർത്ത് ഒരു 1/4 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് 2 ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ചെറുപഴം ഒരു 1/4 ഗ്ലാസ് ശർക്കര പാനിയും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്റർ നമ്മൾ മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മാവെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരിപ്പൊടി ആയതുകൊണ്ട് ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെയും പാനിയുടെയൊക്കെ അളവ് വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്തും എള്ളും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് അപ്പക്കാരവും നുള്ള് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ 1/2 തവി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തീ അങ്ങോട്ട് കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് മുകൾ വശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഒന്നാണ് മറിച്ചിട്ട് കൊടുക്കുക. അടിപൊളി രുചിയോടെയുള്ള അരിപ്പൊടി വെച്ചിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, അരി അരക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇതിവിടെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളത് ഞാൻ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ തീ കൂട്ടി വെക്കേണ്ട ആ ഒരു ഫ്ലെയിമിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി എടുത്താൽ മതി. അങ്ങനെ ഇതാ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറമേയും നല്ല സോഫ്റ്റാണ് ഈ ഒരു ഉണ്ണിയപ്പം. അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.